ഹായ് ഗായ്സ്, ഞാൻ ഫോക്സ് സ്റ്റാർ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. ഫ്രീ ഫയറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഗായ്സ് നമ്മൾ വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്ത് പോക്കാണ്. ടെസ്റ്റിംഗ് വീഡിയോ ആണ് ഗായ്സ്. ഇപ്പോഴേ പറയാം എന്തൊക്കെയോ വന്നിട്ടുണ്ട്, അതൊക്കെ ഇതാക്കിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് കിടക്കാം. നേരെ ആദ്യം ഗെയിമിലിട്ട് കയറും. യെസ് ഗായ്സ്, അപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പുതിയ പ്ലെയർ ആയിക്കൊണ്ട് തന്നെ അതിനനുസരിച്ച് എനിക്കൊന്നും അറിയത്തില്ല ഗായ്സ്. പിന്നെ അപ്പോഴത്തേക്ക് ഗെയിമും സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു. ഇനി ബാച്ചിൽ സ്റ്റാർട്ട് കുറച്ച് സെക്കൻഡ്സ് ഉള്ളൂ ഗായ്സ്. അപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. എന്താവും അറിയില്ല. ഞാൻ അറിയാണ്ടൊന്ന് അപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോയി ഗായ്സ്. നമുക്ക് ആ സാധനം പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയതാ. പിന്നെ അടുത്തുള്ള സ്ഥലം നോക്കി മാർക്ക് ചെയ്ത് ഗായ്സ്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്യണം എനിക്കറിയില്ല ഗായ്സ്. പിന്നെ ഞാൻ അടുത്തുള്ള സ്ഥലം നോക്കി ഇറങ്ങി. നമുക്കിവിടെ ലാൻഡ് ചെയ്യാം. ഞാൻ ഏതോ പട്ടിക്കാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്ത് ചെയ്യുക, സീൻ. പുതിയ ഇവൻറ്റിനെ കുറിച്ചൊന്നും നമുക്ക് അത്രയ്ക്ക് ഇതൊന്നുമില്ല. ഞാൻ പുതിയ പ്ലെയർ ആയിക്കൊണ്ട് ഞാൻ കുറേ ദിവസത്തിന് ശേഷമൊക്കെ ആയില്ലേ. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, ലൂട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങി. കളക്ട് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്യാൻ തുടങ്ങി ഗൈസ്. അപ്പോഴാണ് ആ സൗണ്ട് കേട്ടിട്ട് പുറത്ത് പോയി നോക്കി. പുറത്ത് എരുമ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ആ എരുമ വെടിയൊക്കെ നോക്കുമ്പോൾ ബാക്ക് നടി കെട്ടി. ബാക്ക് നോക്കുമ്പോൾ അവിടെ എരുമി. ലാസ്റ്റ് ഇവനെ കൊന്നിട്ട് അവനെ കൊല്ലാൻ. അങ്ങനെ ഇവനെ കൊല്ലാൻ വേണ്ടി തീർക്കണ്ട തീർത്ത് ഗൈസ്. ഞാൻ BGM പ്ലെയർ എൻ്റെ അടുക്ക് എൻ്റെ മുമ്പിലോട്ട് പോയി. ഞാൻ അത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു. ലാസ്റ്റ് അവനെ അടിക്ക്. അപ്പോൾ മേലെ നിന്ന് കൂടി ഇറങ്ങി വന്ന് കണ്ട രണ്ടെണ്ണത്തിന് ഒന്നിച്ചടിച്ച്. ബോട്ടുകളെന്നുള്ള ഇതിൽ പ്രതീക്ഷയിൽ അടിച്ചത് കേട്ടാ. എത്ര കില്ലെടുത്ത്, രണ്ടാളെ കിട്ടിയോ കില്ലെടുത്ത് ഗൈസ്. വീണ്ടും ഞാൻ ലൂട്ട് പറക്കാൻ തുടങ്ങി ഗൈസ്. വെടിവെക്കാത്ത ആൾക്കാർക്ക് ഞാൻ പുതിയ പ്ലെയർ ആണ് ഗൈസ്. ഇപ്പോഴേ പറയാം, ഞാൻ ഒറ്റക്ക, അതുകൊണ്ട് എന്ത് ചെയ്യാൻ. ഒരു കാര്യം ചെയ്യാൻ മറന്നായി. അതിന് മുമ്പായിട്ട് കുറച്ച് ലൂട്ട് എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ലൂട്ട് എടുക്കലായിരുന്നു ഗായ്സ്. ഒരു മിനിറ്റ് ഗായ്സ്, സെറ്റീസ് മാറ്റി അതൊക്കെ മാറി കിട്ടി ഗായ്സ്. പിന്നെ ഞാൻ അങ്ങ് പ്രോ ആയി. ഇനി ഞാൻ പൊളിയാണ് ഗായ്സ്. നോക്കി കാര്യം ഒന്നാണ് അടിക്കും. ഇപ്പോഴെനിക്ക് ഇതിൻ്റെ ശല്യമൊക്കെ മാറിക്കിട്ടി. മറ്റേ മോഡിൻ്റെ ശല്യമൊക്കെ ഇപ്പോഴെനിക്ക് മാറിക്കിട്ടിയ. അതിൻ്റെ ഇടയ്ക്ക് മേലോട്ട് എരുമയൊക്കെ പോയി. ഞാൻ ഇപ്പോൾ കണ്ടില്ല കേട്ടാ. ഇവിടുന്ന് സൗണ്ട് കിട്ടും. അവനെ തീർത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആയതുകൊണ്ട് എന്താ ഞാൻ BGM ഈ ഗണ്ണ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഗണ്ണെടുക്കാം ഗൈസ്. എന്ത് ചെയ്യാം ഗൈസ്, നമുക്ക് വന്നു ആരെങ്കിലും അടിക്കാം ഗൈസ്. ഞാൻ എരുമീനെ നോക്കി പോക്കാം. അപ്പോഴാണ് ലൂട്ടുണ്ട്. ഞാനാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. സോണിൽ കയറാം ഗൈസ്, നൈസായിട്ട് സോണിൽ കയറാം. ഇതാ ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഗ്ലൂ ആളിൻ്റെ കാര്യം മറന്നേ. BGM പ്ലെയർ ആയിക്കൊണ്ട് ഇവിടെ നാളില്ലേ. കിട്ടി ഗൈസ്. അവൻ്റെ കൈമ തന്നെ എന്നെ അടിക്കാൻ തുടങ്ങി കേട്ടാ. പക്ഷെ ആ മൈൻഡ് ചെയ്തിട്ടില്ല. എന്താ ബാക്കിന്ന് വന്നതാ ഗൈസ്, ബാക്കിന്ന് വന്ന്. ഞാൻ വിചാരിച്ച ബാക്കിൽ നിന്ന് അടിച്ചിരുന്നു. അന്ന് അവൻ തന്നെ അടിച്ച കേട്ടാ. എൻ്റെ അടുത്ത് നമ്മൾ എത്തിയെന്നല്ലേ ഗൈസ്. ഇനി നമ്മൾ ക്യാഷ് ഫോൾ ആയിരിക്കണം ഈ സമയത്ത്, ഇങ്ങനെയുള്ള സമയത്ത്.
ഗണ്ണോക്ക് ഗൈസ്. ഇത് ഈ ബാഗിൽ എത്തോ ഗൈസ് നമുക്ക് തേച്ച്. ഇതെന്നാ ഗണ്ണ് കിട്ടിയതിൻ്റെ സന്തോഷമില്ലേ ഞാൻ അവിടെ പോയിട്ട് വെടിവെച്ച് നോക്കുകയൊക്കെ ചെയ്ത് ഗൈസ്. നമുക്ക് ഈ വീട്ടിൽ കയറാം ഗൈസ്. എന്തിച്ച് ഞാൻ BGMA പോലെ ആവില്ല. ഞാൻ വിചാരിച്ച് BGMA പോലെ ആവില്ല. ഇവിടെ ആരും ഇല്ലേ. ഇവിടെ നോക്കാം അറിയുന്നുണ്ടോ. യെസ്, ഹെഡ് ഷോട്ട് വെച്ചല്ലോ കിട്ടിയപ്പോൾ. അവനെ പക്ഷെ ഞങ്ങൾക്ക് മിസ്സായി കേട്ടോ. ഈ കളിയിൽ ജയിച്ചാൽ ഗായ്സ് ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഡ്രോപ്പ് എന്ന് അങ്ങനെ ഇപ്പോൾ ശ്രദ്ധിച്ചത്. ഞാൻ ഡ്രോപ്പ് എടുക്കാൻ പോയി. അപ്പോഴാണ് എരുമീനെ കണ്ടത്. ഞാൻ ഓർത്തില്ല ഡ്രോപ്പിനിടയ്ക്ക് എരുമ വരും. കവർ അടിക്കാൻ നോക്കി, അപ്പോഴത്തേക്ക് ഞാൻ കൊന്നു പോന. ഓക്കെ, ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. യെസ്, കൊന്നു. അതിൻ്റെ ഇടയ്ക്ക് ബാക്കിൽ നിന്ന് അടി കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇതിൽ പോയതാ. യെസ്, അവനെ കൊന്ന്. ബാക്കിൽ ആരും കിട്ടി. ഫ്രണ്ടിന് കിട്ടുക. ഇത് ഇവിടെ നിട്ടുന്നു. ഞാൻ വിചാരിച്ച അന്നെ കൊല്ലുന്നു അവന്, പക്ഷേ ഞാൻ അവനെ കൊന്ന്. ചത്ത ഇത്ര കിട്ടുന്നതാ. ഇതാറ് ഉപ്പാപ്പയാ. അവനെ കൊന്ന്. ഇത് ബോട്ടാണോ? ഞാൻ ജയിച്ചാ? ഇതെന്ത് സീനി? ഇത്ര കൂടെ ജയിച്ചാ? കില്ലെടുത്ത് 19 ആൾക്കാരാണ്. 19 ആൾക്കാർ വെച്ചാൽ അന്ന കൂട്ടണ്ടായ 17 ആൾക്കാരാണ്. ഈ കാണുന്ന സ്ഥലത്ത് 17 ആൾക്കാരുണ്ടെന്ന് അർത്ഥം. നമുക്ക് കവർ എടുത്ത് പോവാം. അതിൻ്റെ ഇടയ്ക്ക് അടികെട്ടിന് സൗണ്ട് നോക്കിച്ച് പോയതാ. അപ്പോൾ ഉണ്ട് ആളാ എരുമ. അവനെ കൊന്ന്. പിന്നെ സൗണ്ട് വെക്കുന്നു. അവനെ ഞാൻ കൊന്നു. ചാവ്. ഞാൻ മുമ്പ് ഇപ്പോഴേ പറയാം ഗൈസ്. പിന്നെ ആ ഡ്രോപ്പിൻ്റെ അവിടെ വേറെ എരുമയുണ്ട്. ഓനെ കൊന്നു. ഗൈസ് അടുത്തവനാ. എന്താ ഇവിടെ കിട്ടുന്നു? ഉപ്പാൻ്റെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്നത്. അടുത്ത ആള്. ഞാൻ അവനെ പ്രതീക്ഷിച്ചില്ല, ധോണിനെ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ധോണി കയറാൻ വെക്കില്ല. അതിൻ്റെ ഇടയിൽ അവനെ കൊന്നാൽ.
നമുക്ക് ലൈഫ് കിട്ടുക ഗൈസ്. എന്തൊക്കെ പറയുന്നത് ഞങ്ങൾക്കൊന്നും തിരിഞ്ഞില്ല ഗൈസ്. ഞാൻ ഇത് ആരെങ്കിലും ഉണ്ടോ നോക്കിട്ട് ഓനെ തീർച്ചയായും ഇത്ര കിട്ടുന്നതാ എനിക്കിട്ട് അയച്ചാണ്. ഹെഡ്ഷോട്ട് ആവുന്നില്ല ഗൈസ്. ഓക്കെ ഞാൻ ഹെഡ്ഷോട്ട് അടിക്കുന്ന ഇതിലായിരുന്നു. ഞാൻ അവനും അങ്ങനെ തീർത്ത്. യെസ് എൻ്റെ കാറ് കില്ല് മുഖ്യം. ഇതാരും ഉപ്പാപ്പയാ. ഞാൻ നോക്കുമ്പോൾ ഒരാൾ ഓടിപ്പോന്നു. ഉപ്പാപ്പ ഓടിപ്പോ. ഉപ്പാപ്പനെ തീർത്ത്. ഇനി 2 ആൾ. അതായത് ഒരാൾ കൂടി. അവനെ തീർക്കാൻ വേണ്ടി ഞാൻ നോക്കലേന്. അവനെവിടെ ഇവിടുത്തെ മരത്തിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. അവരെയും ആ തീർക്കല സോണ് വരുന്ന എൻ്റെ അടുക്ക്. അതിൽ അവൻ ജയിക്കും. പിന്നെ അവനെ തീർത്ത് കയറാൻ വിചാരിച്ച് അവൻ നമുക്ക് യെസ് ജയിച്ചില്ലേ. യെസ് ഗായ്സ്. എൻ്റെ ലൈഫ് കണ്ട് ആരെങ്കിലും ശ്രദ്ധിച്ചിനറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഗായ്സ്. അടുത്ത വീഡിയോ അയച്ചു വരുന്നത് ബൈ. ഇനിയും ഇതേപോലത്തെ വീഡിയോ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക്, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം